ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം ആരംഭിക്കും. ഓഗസ്റ്റ് 1-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു എന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് അറിയിച്ചിരുന്നു. പുറന്തള്ളപ്പെട്ട വോട്ടർമാരുടെ പട്ടികയോ അവർ ഒഴിവാക്കപ്പെട്ടതിന്റെ കാരണമോ പ്രസിദ്ധീകരിക്കാൻ നിയമപരമായ ബാധ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സത്യവാങ്മൂലവും നൽകിയിരുന്നു. സ്വാതി ചേരുകയാണ്. സ്വാതി, വിശദാംശങ്ങൾ. ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒന്ന് SIR പ്രക്രിയയിൽ വന്നിട്ടുള്ള പൊരുത്തക്കേടുകളും അതോടൊപ്പം തന്നെയും അട്ടിമറിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ ഹർജികൾ നൽകിയിട്ടുള്ളത്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 65 ലക്ഷം പേരാണ് ഈ ആദ്യ കരട് പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ 65 ലക്ഷം പേർക്ക് വോട്ടവകാശം നിഷേധിക്കുകയും അവർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച കാരണങ്ങൾ വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥരാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് കാരണത്താലാണ് ഈ 65 ലക്ഷം വരുന്ന വോട്ടർമാർക്ക് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് തള്ളപ്പെട്ടു എന്നുള്ളതിന്റെ വ്യക്തമായ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഈ ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ ഈ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളടക്കം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതൊക്കെയും നേരത്തെയും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് പരിഗണിക്കുന്ന ഹർജി സുപ്രധാനം തന്നെയാണ്. ഈ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് വലിയ തരത്തിൽ പ്രതിരോധത്തിലാകേണ്ടി വരും. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചൊരു സത്യവാങ്മൂലം കൂടി സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഇന്ന് ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്.